ഹലോ ഓൾ, വെൽക്കം ടു ടുഡേയ്സ് സെഷൻ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ലേൺ ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ന്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രധാനപ്പെട്ട പാർട്ടുകളാണ്. സോ ഇതൊരു കുറച്ച് അത്യാവശ്യം ലെങ്തി ചാപ്റ്റർ ആണ്. നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ പറഞ്ഞ ടൈമിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ യൂണിറ്റ് വൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക്കലി എന്താണ് ഓരോ യൂണിറ്റും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കും ഡീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ യൂണിറ്റ് 1 ഡീൽ ചെയ്യുന്നത് എന്താണ്? ഒരു ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ബേസിക് ഇൻഫോർമേഷൻസും ബേസിക് ആയിട്ടുള്ള നോളജ് ഡീൽ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്. ഈ യൂണിറ്റ് 1 ബ്ലോക്ക് 1 യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് ന്യൂസ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ്. സോ ഇതില് നമ്മൾ കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ നമ്മൾ പഠിക്കുന്ന ആ ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ 2 പാർട്ടായിട്ട് ഈ ഒരു എന്താണ് ക്ലാസ് അല്ലെങ്കിൽ യൂണിറ്റ് 1 ക്ലാസ്സുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. സോ എന്താണ് നമുക്ക് ബേസിക്കലി ന്യൂസ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ന്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഏതൊക്കെ കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത് എന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ഒരു പാർട്ട് അല്ലെങ്കിൽ ഈ യൂണിറ്റിൽ ഒരു ഭാഗം ഡീൽ ചെയ്യുന്നത് ന്യൂസിന്റെ ഡെഫിനിഷൻ ആണ്. ബേസിക്കലി എന്താണ് ന്യൂസ്? നമുക്ക് എല്ലാവരും ദിവസം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് ന്യൂസ്. പക്ഷെ നമ്മളോട് ഒരാൾ ഡിഫൈൻ ചെയ്ത് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടാണല്ലേ. എന്താണ് ന്യൂസ് എന്ന് വളരെ കറക്റ്റ് ഡിഫൈൻ ചെയ്ത് പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. സോ എങ്ങനെയാണ് ന്യൂസിന്റെ ഡെഫിനിഷൻസ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഡെഫിനിഷൻ? ന്യൂസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്? ഈ കാര്യമാണ് നമ്മൾ ഇതിന്റെ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തത് ന്യൂസ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കോൺസെപ്റ്റുകൾ, പേഴ്സ്പെക്റ്റീവുകൾ, പല വ്യക്തികൾ, അതുപോലെ തന്നെ പല ഓർഗനൈസേഷൻസ് ആണെങ്കിലും ഈവൻ ഡിക്ഷണറീസ് ആണെങ്കിൽ പോലും ന്യൂസ് എന്ന് പറയുമ്പോൾ കുറച്ച് കോൺസെപ്റ്റുകൾ അല്ലെങ്കിൽ കുറച്ച് എന്താ നമ്മൾ പറയാ, കുറച്ച് അവരുടേതായിട്ടുള്ള പേഴ്സ്പെക്റ്റീവുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അവരുടെ എല്ലാം ആ ഒരു വ്യൂ പോയിന്റിൽ എന്താണ് ന്യൂസ് അല്ലെങ്കിൽ ന്യൂസ് റിലേറ്റഡ് കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് അല്ല, ബിക്കോസ് അത് ഓരോരുത്തരും ന്യൂസിന്റെ ആ ഒരു ഏരിയയിലോട്ട് തന്ന കോൺട്രിബ്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള ഒരു ബേസിൽ മാത്രമാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ ഈ കാര്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മൂന്നാമത്തത് നോക്കൂ. മൂന്നാമത്തത് ഈ ന്യൂസ് ആൻഡ് ന്യൂസ് റൈറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എലമെന്റ്സ് ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ പാർട്ട് അല്ലെങ്കിൽ മൂന്നാമതായിട്ട് ഈ ഒരു യൂണിറ്റിലെ ഒരു ഭാഗം ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒരു ന്യൂസിന്റെ പ്രിൻസിപ്പിൾസ് ഏതൊക്കെ, അല്ലെങ്കിൽ ന്യൂസ് എന്താ പറയാ പ്രിൻസിപ്പിൾ എലമെന്റ്സ്, അതായത് ഒരു ന്യൂസിന്റെ ബേസിക് ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8-9 എലമെന്റ്സോളം നമുക്കുണ്ട്. നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ അത് ഓരോന്നും വ്യക്തമായിട്ട് നോക്കുന്നുണ്ട്. ആൻഡ് അവസാനം ഈ ഒരു യൂണിറ്റിന്റെ അവസാനത്തെ ഭാഗം ഡീൽ ചെയ്യുന്നതാണ് എന്ത്? ന്യൂസ് റൈറ്റിംഗ് ടെക്നിക്കുകൾ. എല്ലാ ന്യൂസും അല്ലെങ്കിൽ എല്ലാ സ്റ്റോറീസും ഒരേ രീതിയിലല്ല എഴുതുന്നത്. ഓരോന്നും ഡിഫറെന്റ് ഫോർമാറ്റിലാണ് എഴുതുന്നത്. ഇപ്പൊ ഒരു ഫീച്ചർ അതെങ്കിൽ ഒരു മാഗസിനിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ലേഖനം എഴുതുന്ന ഒരു ലാഘവത്തിലല്ല നമ്മളൊരു എന്താ പറയാ ബ്രേക്കിംഗ് ന്യൂസോ അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റോ നമ്മൾ എഴുതുന്നത് അല്ലെ. അതിന്റെ സ്ട്രക്ചറും ആ ന്യൂസ് വായിക്കുന്ന രീതിയും അല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത്, ആ ന്യൂസിന്റെ ഓരോ കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, പ്രധാനപ്പെട്ട പോയിന്റ് എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് പോലും വ്യത്യാസമാണ്. സോ അതിനാണ് നമ്മൾ എന്താ പറയാ ന്യൂസ് റൈറ്റിംഗ് ടെക്നിക്കുകൾ എന്ന് പറയാം. സോ ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എന്താ അവർ ഗ്ലാസ് എന്ന് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് സ്റ്റൈലുകൾ ഉണ്ട്, കുറച്ച് ടെക്നിക്കുകൾ ഉണ്ട്. സോ ഇങ്ങനെ 2-3 ടെക്നിക്കുകളാണ് നമ്മൾ എന്തിൽ ഡിസ്കസ് ചെയ്യുന്നത്, ഈ യൂണിറ്റിന്റെ അവസാന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ ഓരോ പോയിന്റുകളും ഓരോ പാർട്ടുകളും കുറച്ചുകൂടെ വിശദമായിട്ട് നോക്കാം. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ബേസിക്കലി എന്താണ് ന്യൂസ്, നമ്മളിത് വേഗം പറഞ്ഞു പോകുന്നുണ്ട്. ബിക്കോസ് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ബിൽഡ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ബിൽഡ് ചെയ്യാനുള്ള ഒരു കാര്യമായിട്ട് മാത്രമാണ് ഇൻട്രൊഡക്ഷൻ എന്താ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില പോയിന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് എക്സാമിന് ഡയറക്റ്റ് ഇൻട്രൊഡക്ഷൻ ഒന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല. നമുക്ക് യൂണിറ്റ് എന്താണ് ബേസിക്കലി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ചെറിയൊരു സമ്മറി പോലത്തെ ഒരു ഭാഗമാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ. എന്തായാലും നമുക്ക് നോക്കാം. സോ ന്യൂസ് ഇസ് ഡിഫൈൻഡ് ബൈ ഇറ്റ്സ് ഇമ്മീഡിയസി ആൻഡ് പബ്ലിക് സിഗ്നിഫിക്കൻസ്, ട്രാൻസ്ഫോമിംഗ് റീസെന്റ് ഒക്കറൻസസ് ഇൻടു ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ.
അതായത് പബ്ലിക്കിന് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവം ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്ന ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ആയിട്ട് നമ്മൾ എന്താണ് അത് ട്രാൻസ്ഫോം ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ന്യൂസ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ന്യൂസ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് പബ്ലിക് സിഗ്നിഫിക്കൻസ് അനുസരിച്ച് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന ഒരു ഈവന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ന്യൂസ് എന്ന് പറയുന്നത്. സോ സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ആ ഒരു സെക്കൻഡ് പോയിന്റ് ഒരു തവണയും കൂടി റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുണ്ട്. ഐ എം സോറി ഫോർ ദാറ്റ്. നമ്മൾ ആകെ 3 പോയിന്റ് ആണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് മേ ബി PPT മേക്ക് ചെയ്യുമ്പോൾ വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. ഐ എം വെരി സോറി ഫോർ ദാറ്റ്. So, human curiosity drives the constant demand for timely and relevant news about world events. So, വേൾഡിൽ എവിടെ നടക്കുന്ന ഒരു സംഭവമാണെങ്കിലും നമ്മൾ എങ്ങനെയാ അറിയുന്നത്? അതിന് ഹ്യൂമൺ കൊടുക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഹ്യൂമൻ ക്യൂരിയോസിറ്റി ഉണ്ട്. ഹ്യൂമൻ ക്യൂരിയോസിറ്റിന്റെ പുറത്താണ് നമ്മൾ ഓരോ ന്യൂസും എന്ത് ചെയ്യുന്നത്. അപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്ന ഒരു ന്യൂസ് ആണെങ്കിലും അത് റെലവെന്റ് ആയിട്ട് അറ്റ് എ ടൈം അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ ക്യൂരിയോസിറ്റി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നാണ് പറയുന്നത്. പിന്നെ നോക്കുന്നത് എങ്ങനെയാണ് ന്യൂസിൽ നമുക്ക് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഒരു ന്യൂസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക, എങ്ങനെയാണ് ഒരു ന്യൂസ് ആയിട്ട് അത് മേക്ക് ചെയ്ത് വരുന്നത്, അത് വെരിഫൈഡ് ഫാക്ടുകളായിരിക്കും അതിലുണ്ടാവുക അല്ലെ. അതായത് ഫാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ട് എന്ന് പറഞ്ഞാൽ തന്നെ അത് ട്രൂ ആയിട്ടുള്ള ഒരു കാര്യം, വളരെ എവിഡൻസോട് കൂടിയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ ഫാക്ട് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ വെരിഫൈ ചെയ്തിട്ടുള്ള ഫാക്ടുകളും, അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ട് നമുക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ എഴുതുക അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എഴുതുക അങ്ങനെയൊന്നും അല്ല ന്യൂസ് വരുന്നത്. ന്യൂസ് എന്ന് പറയുന്നത് വളരെ വെരിഫൈഡ് ആയിട്ട് അതിന്റെ സോഴ്സസിലൂടെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് വരുന്ന ഓരോ കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ന്യൂസിൽ. അതാണ് നമ്മൾ ന്യൂസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ എന്തായിരിക്കും ഓരോരുത്തരുടെ വ്യൂ പോയിന്റുകൾ അതുപോലെ തന്നെ ഇൻസൈറ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നത് ന്യൂസ് ഷേപ്പ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാക്കി വെക്കാറുണ്ട് എന്നാണ് പറയുന്നത്. സോ നമ്മുടെ അടുത്ത ഒരു സാധനമാണ് നമ്മൾ പറഞ്ഞു ന്യൂസ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാരും ഡിഫറെന്റ് ആയിട്ടാണ് എന്ത് പറഞ്ഞിട്ടുള്ളത് അവരുടെ എല്ലാം ഇപ്പൊ ഓർഗനൈസേഷൻസ് ആയാലും ഡിക്ഷണറീസ് ആയാലും വ്യക്തികളായാലും ജേർണലിസ്റ്റുകളായാലും അവരുടെയൊക്കെ കാഴ്ചപ്പാടില് ന്യൂസ് എന്ന് പറയുന്നത് ഓരോന്നാണ് അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവുകളാണുള്ളത്. സോ നമ്മള് ഒരു ജസ്റ്റ് നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ആളുകൾ തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസ്, വാട്ട് ഈസ് ന്യൂസ് എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അത് ജസ്റ്റ് നമ്മൾ വായിച്ചു പോവാന്നുള്ളതാണ് ഇനി വരുന്ന 2-3 സ്ലൈഡുകളുടെ ഉദ്ദേശം. സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. കാരണം നമ്മൾ ഒരു ന്യൂസിന്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് പ്രീവിയസ് ആയിട്ട് ആൾക്കാർ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ന്യൂസ് റിലേറ്റഡ് ആയിട്ട് തന്നത് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അതിന്റെ ബേസിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കുറച്ച് വ്യൂസ്, പെർസ്പെക്റ്റീവ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഫസ്റ്റ് നോക്കാം, നമ്മൾ ഡിക്ഷണറികളിൽ പൊതുവെ എന്താണ് ന്യൂസ്, എന്നിന്റെ ആ ഒരു പാർട്ട് എത്തുമ്പോൾ എന്ന് പറയുന്ന ലെറ്ററിന്റെ പാർട്ട് എത്തുമ്പോൾ നമ്മൾ ന്യൂസ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഡിക്ഷണറീസും അതിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? an account of a recent event or information that is not known previous. എന്താണ് റീസെന്റ് ആയിട്ട് നടന്ന ഒരു ഈവന്റോ ഇൻഫർമേഷനോ അതെന്താണ് അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ന്യൂസ് എന്ന് പറയുന്നത് എന്നാണ് മോസ്റ്റ് ഓഫ് ദ ഡിക്ഷണറീസും ന്യൂസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഈവന്റ് എങ്ങനത്തെ ഈവന്റ് ആയിരിക്കണം? മുന്നേ ആർക്കും പരിചയമില്ലാത്ത ഒരു ഈവന്റ് ആയിരിക്കണം. മുന്നേ അറിവില്ലാത്ത ഒരു കാര്യം, റീസെന്റ് ആയിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ത് ചെയ്യാണ് റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ന്യൂസ് എന്ന് പറയുന്നത് എന്നാണ് ഈ ഡിക്ഷണറികൾ, മോസ്റ്റ് ഓഫ് ദി ഡിക്ഷണറീസും പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ അത് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഇതുപോലുള്ള പെർസ്പെക്റ്റീവ്സും ഡെഫിനിഷൻസും മറ്റുള്ളവരുടെ കോൺട്രിബ്യൂഷൻ ആണല്ലോ. സോ അത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, അങ്ങനെ ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത്. ഇനി ഓക്സ്ഫോർഡ് ഡിക്ഷണറി എന്താ പറയുന്നത് നോക്കൂ. ന്യൂസ് is the report of recent events or occurrences brought or coming to one as new information, new occurrences as a subject of report or talk.
അതും എന്താണ് പറയുന്നത്, ഓക്സ്ഫോർഡ് ഡിക്ഷണറി കുറച്ചുകൂടെ ഈ റീസെന്റ് ഈവന്റുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് അത് ന്യൂ ഇൻഫർമേഷൻസ് ആയിട്ട് നമ്മൾ പല മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയാന്നാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ന്യൂസ് എന്ന് പറയാന്നാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയുടെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കൂ, നമുക്കറിയാം ഈ ന്യൂസ് എന്ന് പറയുന്നത് എന്തിന്റെ ഒരു ഷോർട്ട് ഫോം ആണ്? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആൻഡ് സൗത്ത് എന്ന് പറയുന്നതിന്റെ ഷോർട്ട് ഫോം. അതിലെ എല്ലാ ഫസ്റ്റ് ലെറ്ററും നമ്മൾ അടുക്കി വെച്ചിട്ടാണ് ന്യൂസ് എന്ന് പറയുന്ന വേർഡ് ഉള്ളത്. അപ്പൊ അതിനർത്ഥം എന്താ പറയാ, നമ്മൾ ഈ വേൾഡിൽ ഏത് ദിക്കിൽ സംഭവിക്കുന്ന ഒരു കാര്യവും നമ്മൾ അറിയുന്ന ആ ഒരു പുതിയതായിട്ട് അറിയുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂസ് എന്ന് പറയുന്നത് എന്നാണ് ഈ ഒരു മൂന്നാമത് കൊടുത്തിട്ടുള്ള പോയിന്റിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അപ്പോ അത് നമ്മൾ ഈ ഒരു ഇങ്ങനെയുള്ള റിലേറ്റഡ് ന്യൂസ് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട അല്ലെങ്കിൽ അതിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് അത് മറ്റുള്ളവരുടെ ഒരു വ്യൂ പോയിന്റുകളാണ്. നമ്മൾ ജസ്റ്റ് ന്യൂസ് എന്താന്ന് നമ്മുടെ മനസ്സിൽ ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് റെഫറൻസിന് വേണ്ടി കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അടുത്ത ആളാണ് നമ്മുടെ ബ്രിട്ടീഷ് എഡിറ്റർ. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിട്ടീഷ് എഡിറ്റർ ആണ് ലോർഡ് നോർത്ത് ക്ലിഫ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പറയുന്നത് എന്താണ്, ന്യൂസ് ഈസ് സംതിങ് ദാറ്റ് സംബഡി സംവർ ഡസന്റ് വാണ്ട് ടു പ്രിന്റ്, വാണ്ട് ടു സപ്രസ്, ഓൾ ദ റെസ്റ്റ് ഈസ് അഡ്വർടൈസിങ്. അറ്റ് എ ടൈം അദ്ദേഹം ന്യൂസ് എന്താണെന്നും അതുപോലെ തന്നെ അഡ്വർടൈസിങ് എന്താണെന്നും രണ്ടും ഒറ്റ ഈ ഒരു ലൈനും കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. അഡ്വർടൈസിങ് എന്തായിരിക്കും? അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരേപോലെ ആയിരിക്കും. അതിന്റെ മെയിൻ ഉദ്ദേശം മാർക്കറ്റിംഗ് ആണ്. പക്ഷെ ന്യൂസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സ്ഥലത്ത് എന്തായിരിക്കില്ല, അത് അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഇപ്പൊ ഏതെങ്കിലും ചൈനയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിൽ നടക്കുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഈവന്റ് നമ്മൾ എങ്ങനെയാണ് അറിയുന്നത്? ത്രൂ ന്യൂസ് അല്ലെ, ന്യൂസ് വഴിയാണ് നമ്മൾ അറിയുന്നത്. ഏത് ന്യൂസ് ആയിക്കോട്ടെ, ടെലിവിഷൻ ആയിരിക്കാം, റേഡിയോ ആയിരിക്കാം, പത്രങ്ങളായിരിക്കാം, ഏതോ ആയിക്കോട്ടെ, അത് വഴിയാണ് നമ്മൾ അറിയുന്നത്. സോ ഇങ്ങനെ എല്ലായിടത്തും നമ്മൾ പ്രിന്റ് ചെയ്ത് അറിയുന്ന ഒരു കാര്യത്തെ എന്താണ് നമ്മൾ ന്യൂസ് എന്ന് പറയില്ല. അത് നമ്മൾ അഡ്വർടൈസിംഗിലാണ് ഉൾപ്പെടുത്തുക. അതൊരു സ്പെസിഫിക് ആയിട്ട് അതിനൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഹ്യൂമൻ എന്താ പറയാ പീപ്പിൾ സിഗ്നിഫിക്കൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഈവന്റിനെയാണ് നമ്മൾ ന്യൂസ് എന്ന് പറയാന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? നോർത്ത് ക്ലിഫ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് എഡിറ്റർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ന്യൂസ് എന്ന് പറയാ, അല്ലാത്തതൊക്കെ അഡ്വർടൈസിംഗ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്തൊരു വ്യക്തിയാണ് നമ്മുടെ US ഒരു ന്യൂസ് പേപ്പർ ചെയിനിന്റെ ഫൗണ്ടർ ആണ് ജോണസ് നൈറ്റ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം പറയുന്നത് ന്യൂസ് എന്താണെന്ന് നോക്കൂ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ന്യൂസ് ഈസ് എസെൻഷ്യലി അബൌട്ട് പീപ്പിൾ, ഈവൻസ്, സറൗണ്ടിങ് പീപ്പിൾ ആൻഡ് പ്ലേസസ്. സോ ഗെറ്റ് ദ ട്രൂത്ത് ആൻഡ് പ്രിന്റ് ഇറ്റ്. അങ്ങനെയാണ് ഈ ജോണസ് നൈറ്റ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത്. അതായത് ന്യൂസ് എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ബ്രേക്കിംഗ് ന്യൂസ് അല്ല. ന്യൂസ് എന്ന് പറയുമ്പോൾ ചിലരുടെ ഒരു മൈൻഡിൽ എപ്പോഴും ബ്രേക്കിംഗ് ന്യൂസിലുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, അങ്ങനെ അത് മാത്രമല്ല ന്യൂസിൽ ഉൾപ്പെടുന്ന ഒരു വേറൊരു ടൈപ്പാണ് ഫീച്ചർ എന്ന് പറയുന്നത്. ആൾക്കാരെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈവന്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. സോ ഇങ്ങനെ പറയുന്നതിനെയും ന്യൂസ് എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ന്യൂസ് എന്ന് പറയുന്നത് ഈ ആൾക്കാരെ കുറിച്ചിട്ടോ ഈവന്റുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ചുറ്റുപാടുള്ള വ്യക്തികളെ കുറിച്ചിട്ടോ സ്ഥലങ്ങളെ കുറിച്ചിട്ടോ നമ്മൾ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് ന്യൂസ് എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം എന്ത് പറയുന്നത്, ജോണസ് നൈറ്റ് എന്ന് പറയുന്ന അദ്ദേഹം ന്യൂസിനെ ഡിഫൈൻ ചെയ്യുന്നത്. അദ്ദേഹം പിന്നെ പറയുന്ന ഒരു കോട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെറ്റ് ദി ട്രൂത്ത് ആൻഡ് പ്രിന്റ് ഇറ്റ്. നിങ്ങൾ സത്യം അന്വേഷിച്ച് കണ്ടെത്തൂ, അത് പ്രിന്റ് ചെയ്യൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ന്യൂസിന് കുറെ കാര്യങ്ങളെ സ്വാധീനിക്കാൻ പറ്റും. ഹ്യൂമൻ ഇൻട്രസ്റ്റ്, അതാണ് നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. കമ്മ്യൂണിറ്റീസ് കുറെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും, കമ്മ്യൂണിറ്റിയിൽ കുറെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ ന്യൂസ് കൊടുക്കുമ്പോൾ അതിനൊരു ഇമ്പാക്ട് ഉണ്ടായിരിക്കും. സോ ഇതൊക്കെ നമ്മൾ എലമെന്റ്സ് ഓഫ് ന്യൂസിൽ നമ്മൾ പഠിക്കും. ഇപ്പൊ അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു ഭാഗമായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ശരിക്കും ഇതൊന്നും നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ കുറെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പഠിക്കേണ്ട കാര്യങ്ങളല്ല. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലുണ്ടായിരിക്കുക, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ, എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവർ ന്യൂസിനെ ഡിഫൈൻ ചെയ്തത് എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിൽ ഒന്ന് ഓർത്ത് വെക്കുക. അത്ര മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഇതിൽ കൂടുതൽ എക്സാമിന്റെ ടൈമിലൊന്നും ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ജസ്റ്റ് കേട്ടു പോവാ. ഓക്കെ. ദെൻ നമ്മൾ ചെറുപ്പം മുതലേ ന്യൂസ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കേണ്ട, ഇപ്പൊ സോഷ്യൽ സയൻസ് ആണെങ്കിലും അതിലൊക്കെ നമുക്ക് ന്യൂസിനെ കുറിച്ച് എവിടെയെങ്കിലും ഒരു പോർഷൻ വരികയാണെങ്കിൽ എന്താണ് ന്യൂസ് എന്ന് ചോദിക്കുമ്പോൾ പലരും കൊടുക്കുന്ന ഒരു എന്താ പറയാ വളരെ രസകരമായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് എന്ത്,
when a dog bites man, that's not news, but when a man bites dog, that's news. ഒരു നായ എപ്പോഴാണ് ഒരു മനുഷ്യനെ കടിക്കുന്നത് അതൊരിക്കലും ന്യൂസ് അല്ല. പക്ഷെ ആ മനുഷ്യൻ തിരിച്ച് നായയെ കടിക്കാൻ തുടങ്ങുമ്പോൾ അതെന്തായിരിക്കും, അത് ന്യൂസ് ആയിട്ട് മാറും എന്നാണ് അത് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ്, യുണീക്ക്, നോവൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ന്യൂസ് എന്ന് പറയാം. അത് വളരെ എന്താ പറയാ, യാദൃശ്ചികമായി നടക്കുന്ന ഒന്നാവാം, അല്ലെങ്കിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാവാം. വാട്ട് എവർ, ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് ആണ് അല്ലെങ്കിൽ ഒരു ഈവന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ഫാക്ട് ആണെന്ന് ചെക്ക് ചെയ്യണം. സോ ഇങ്ങനെയൊക്കെ പ്രോസസ്സിലൂടെ വരുന്നതിനെയാണ് നമ്മൾ ന്യൂസ് എന്ന് വിളിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ന്യൂസിന് എന്തുണ്ട്, ഡയറക്റ്റ് ആയിട്ട് റീഡേഴ്സിനെ അഫക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട് അല്ലെ. ന്യൂസ് ഈസ് വാട്ട് അഫക്ട് ദി റീഡേഴ്സ് ഡയറക്ട്ലി. എന്താ പറയാ, റീഡേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് സ്വാധീനിക്കാനുള്ള ഒരു കഴിവ് ന്യൂസിനുണ്ട് എന്നാണ് പറയാം. സോ ന്യൂസ് ഈസ് എ ടൈംലി അക്കൗണ്ട് ഓഫ് എ റീസെന്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് സിഗ്നിഫിക്കന്റ് ഈവന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ചുകൊണ്ട് പറയുന്നതാണ്. ഒരുപാട് ആളുകളെ പേര് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാവരും പറഞ്ഞു വെക്കുന്നത് സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ്. റീസെന്റ് ആയിട്ട് ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സിഗ്നിഫിക്കന്റ് ഈവന്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയാ, ന്യൂസ് എന്ന് പറയാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരാളാണ് ജേർണലിസം പ്രൊഫസർ ആണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ CR ബുഷ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം എങ്ങനെയാണ് ന്യൂസിനെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കൂ. ദ റിപ്പോർട്ട് ഓഫ് എൻ ഈവന്റ് ദാറ്റ് എ റീഡർ ക്യാൻ ആൻഡ് വിൽ അണ്ടർസ്റ്റാൻഡ്. ഒരു റീഡറിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെയാണ്, ഒരു റിപ്പോർട്ട്, ഒരു ഈവന്റ് റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂസ് എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തൊരു വ്യൂ നോക്കൂ. News is an account of an event which a newspaper prints in the belief that by so doing it will profit. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അടുത്തൊരു വ്യൂ പറയുന്നത് ന്യൂസ് എന്ന് പറയുന്നത് നമ്മളൊരു ഈവന്റ് റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ആ ഈവന്റിന്റെ പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. എന്താ, ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും തരത്തിലൊരു പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് മാർക്കറ്റിംഗ്. അത് മാത്രമല്ല, എന്തെങ്കിലും സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്ട് ഒരു ന്യൂസിന് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊരു എന്താണ്, ഒരു പ്രോഫിറ്റ് തന്നെയാണ്. സോ ആ ഒരു രീതിയിലും നിങ്ങൾ ഈ ഒരു പോയിന്റിനെ എടുക്കുക കേട്ടോ. ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത്, നമ്മളുടെ ചാപ്റ്ററിലോട്ട് ഇനിയാണ് വരാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് ന്യൂസ് എന്ന് പറയുന്ന പാർട്ട്. സോ ഇനിയാണ് നമ്മുടെ യൂണിറ്റിൽ നമ്മൾ കടക്കാൻ പോകുന്നത്. അതിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസ് എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ജസ്റ്റ് നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം, ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് പറയാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരുടെ വ്യൂസ് ഒക്കെ ജസ്റ്റ് ഒരു റെഫറൻസ് പോലെ മുന്നേ പറഞ്ഞു പോയത്. ഇനി എന്താണ് ന്യൂസിന്റെ യഥാർത്ഥ ഡെഫിനിഷൻ എന്ന് നോക്കൂ. സോ എന്താണ് ന്യൂസ്? ഇതാണ് നിങ്ങൾ ഡെഫിനിഷൻ ഓഫ് ന്യൂസ് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാൻ, മാർക്ക് അനുസരിച്ച് എപ്പോഴും എക്സാം എഴുതാൻ ശ്രദ്ധിക്കാം. സോ ഒരുപാട് കുറച്ച് വലിയ മാർക്കിനെ ചോദിക്കുന്നതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോണ്ട് മാത്രം കാര്യമില്ല. അപ്പൊ മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മെൻഷൻ ചെയ്ത ആ ഏതെങ്കിലും 2-3 കോൺട്രിബ്യൂട്ടേഴ്സിന് അല്ലെങ്കിൽ 2-3 ഫിലോസഫറെ തോട്ടോ പെർസ്പെക്റ്റീവ് നിങ്ങൾ എഴുതി വെക്കാം. സോ ഇത് നോക്കൂ. എനി ഇൻഫർമേഷൻ മസ്റ്റ് ബി ഫാക്ച്വൽ, ന്യൂ ആൻഡ് ഇൻട്രസ്റ്റിംഗ്. There must be facts to report. Without facts, there can be no news. It is important that these facts must be new to the reader, listener and the viewer. So നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യമാണ്. ഒരു ന്യൂസ് അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് മസ്റ്റ് ബി ഫാക്ച്വൽ ആയിരിക്കണം അല്ലെ, അതിനൊരു എവിഡൻസ് ഉണ്ടായിരിക്കണം. വെറുതെ ആരെങ്കിലും പറഞ്ഞു കേട്ട് കാര്യങ്ങൾ നമ്മൾക്ക് ഒരിക്കലും റിപ്പോർട്ട് ചെയ്ത് അത് ന്യൂസ് ആക്കാൻ പറ്റില്ല. അതെന്തായിരിക്കണം, ഫാക്റ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കണം. നമ്മളോട് ആരെങ്കിലും ഇതെങ്ങനെ വന്നു, ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുകൊണ്ടാണെന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് തെളിവുണ്ടായിരിക്കണം. ആൻഡ് അത് നോവൽ ആയിരിക്കണം, ന്യൂ ആയിരിക്കണം, യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ ഹ്യൂമൻസിന് ക്യൂരിയോസിറ്റിയോ ഇൻട്രസ്റ്റോ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു മനുഷ്യന്മാർക്ക് ഇത് വായിക്കാൻ ഒരു താല്പര്യം കാണിക്കണം. ഇങ്ങനെയുള്ള ഒരു ഈവന്റ് റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂസ് എന്ന് പറയുന്നത്. ഫാക്ട് അല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ന്യൂസിൽ റിപ്പോർട്ട്, അല്ലെങ്കിൽ ഫാക്ട് ഇല്ലാത്ത സോ ഇൻഫർമേഷൻ, ഏതെങ്കിലും ഒരു ഇൻഫർമേഷന് നമ്മൾ എന്തായിരിക്കണം, ഫാക്ച്വൽ ആയിട്ട്, അതായത് നമ്മളോട് ഇത് എങ്ങനെ ഇത് വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് തക്കതായിട്ടുള്ള എവിഡൻസ് ഉണ്ടായിരിക്കണം പറയാൻ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ഫാക്റ്റുകൾ എന്ന് പറയാ. സോ ഇൻഫർമേഷൻ ഫാക്ച്വൽ ആയിരിക്കണം, നോവൽ ആയിരിക്കണം അല്ലെ, എന്താണ്, പുതിയ കാര്യങ്ങളായിരിക്കണം, നമ്മൾ എപ്പോഴും ന്യൂ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം ആൾക്കാരിലോട്ട് നമ്മൾ
റിപ്പോർട്ട് ചെയ്യേണ്ടത്. ആൻഡ് മൂന്നാമത്തെ ഒരു കാര്യം ഇതിൽ പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കണം അത് തുടർന്ന് വായിക്കാനും, അല്ലെങ്കിൽ അതിന്റെ ഹെഡ്ലൈനോ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ന്യൂസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിക്കണം എന്നാണ്. ഇങ്ങനെ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഈവന്റ് റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂസ് എന്ന് പറയുന്നത്. അതാണ് കറക്റ്റ് ഡെഫിനിഷൻ. ആൻഡ് അതിന്റെ തുടർച്ചയായിട്ടുള്ളത് നോക്കൂ. ഈ ന്യൂസ് എന്ന് പറയുന്നത് ഫാക്റ്റുകളായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഫാക്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ട്രൂ ആയിട്ടുള്ള ഒരു കാര്യം വിത്ത് എവിഡൻസ് ആയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അല്ലാത്ത കാര്യങ്ങളൊന്നും എന്തല്ല, ന്യൂസ് അല്ല. അതിലൊരു ഫാക്ട്, അത് ഫാക്ട് അല്ലെങ്കിൽ അത് ന്യൂസ് അല്ല എന്നാണ് പറയണത്. പിന്നെ ഓൾസോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, നമ്മൾ എന്തെങ്കിലും ന്യൂസ് കൊടുത്താൽ പോരാ, ഈ കൊടുക്കുന്ന ന്യൂസ് ഒക്കെ ലിസണറിനോ അല്ലെങ്കിൽ റീഡറിനോ വ്യൂവറിനോ എന്തുണ്ടായിരിക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ ന്യൂസ് ആയിട്ട് ഷെയർ ചെയ്യേണ്ടത്. സോ അതാണ് നമ്മൾ ആദ്യത്തെ പോയിന്റിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതാണ് ആ ഒരു പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് എന്ന് പറയുമ്പോൾ അത് ഫാക്ട് ആയിരിക്കണം, ഫാക്ച്വൽ ആയിട്ടായിരിക്കണം, ന്യൂ ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, അല്ലെ? പിന്നെ എന്താണ്, ഫാക്ടുകൾ മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഫാക്ട് അല്ലാത്തതൊന്നും ന്യൂസ് അല്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എപ്പോഴും റീഡേഴ്സിനും ലിസണറിനും വ്യൂവറിനും ഒക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, ഇത് കൊടുക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട്, അങ്ങനെ ഒരു അവർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ന്യൂസ് ആയിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അടുത്തത് നോക്കൂ. സോ നമ്മൾ ഈ ന്യൂസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ന്യൂസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പത്രങ്ങളിൽ വരുന്ന മാത്രമല്ല ന്യൂസ്, അതെന്തായിരിക്കാം, എന്താണ് ന്യൂസ് പേപ്പറിൽ വരുന്നത് നമ്മൾ പറഞ്ഞു, മാഗസിനിൽ വരുന്ന കാര്യങ്ങളായിരിക്കാം, റേഡിയോയിൽ വരുന്ന ബ്രോഡ്കാസ്റ്റോ പോഡ്കാസ്റ്റോ ആയിരിക്കാം, പിന്നെ ടെലിവിഷനിൽ വരുന്ന ടെലികാസ്റ്റ് ആയിരിക്കാം, എന്തിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ ഇന്റർനെറ്റിൽ വരുന്ന ഓരോ കാര്യങ്ങളും ആയിരിക്കും. ഇതൊക്കെ എന്തായിരിക്കണം, ഫാക്റ്റ് ആണ്. അത് ആൾക്കാർക്ക് പുതിയ ഒരു കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ പുതിയ കാര്യമാണ് ആൾക്കാർ അതിലൂടെ അറിയുന്നത്, അത് ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തെയും നമുക്ക് എന്ത് വിളിക്കാം, ന്യൂസ് എന്ന് വിളിക്കാം. ഐ ഹോപ്പ് ഇത് ക്ലിയർ ആണ് വിചാരിക്കുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വില്യം മെഡ്സ്. നിങ്ങൾ പലപ്പോഴായിട്ട് ജേർണലിസത്തിൽ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും വില്യം മെഡ്സ് എന്ന് പറയുന്നത്. അദ്ദേഹം US ഒരു യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം പ്രൊഫസർ ആണ്. സോ അദ്ദേഹം എന്താണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കൂ. While it may not be possible to describe it precisely in words, every news reporter must come to a personal understanding of nature of news, must reach some conclusion about its essence before it is possible to recognize news when it happens. സോ നമുക്ക് ചില ന്യൂസുകളൊക്കെ ചിലപ്പോൾ ത്രൂ ഔട്ട് ദി ഡേ സംഭവിച്ച ഒരു കാര്യമായിരിക്കും, ഒരു ഇവന്റ് ആയിരിക്കും. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വളരെ പ്രിസൈസ് ആയിട്ട്, നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം ആയിരിക്കും എന്തിലുണ്ടാവുക, ഈ ന്യൂസിൽ ഉണ്ടാവുക. സോ വില്യം മെഡ്സ് പറയുന്നത് ന്യൂസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കറിയാല്ലേ, ചിലപ്പോൾ ഒരുപാട് സമയമെടുത്ത് നടക്കുന്ന ഒരു ഈവന്റ് ആയിരിക്കും. സോ അത് പ്രിസൈസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. സോ അത് ഓരോ റിപ്പോർട്ടറും എങ്ങനെയാണ് ആ ന്യൂസിന്റെ നേച്ചർ അനുസരിച്ച്, ആ ന്യൂസ് ഏത് ടൈപ്പ് ഓഫ് ന്യൂസ് ആണ്, അതിനനുസരിച്ച് എത്രത്തോളം അതിൽ പ്രധാനപ്പെട്ട കണ്ടന്റുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു, അതെന്താണ് നമ്മൾ ഈ ഒരു എന്താ പറയാ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് വില്യം മെഡ്സ് പറയുന്നത്. ആൻഡ് ഇതൊന്ന് അതിൽ ഓരോ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസും എന്താ പറയാ പോവാതെ, ഇൻഫർമേഷൻസ് ഒന്നും ലൂസ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിന്റെ കൺക്ലൂഷനിലോട്ടും എത്താൻ പറ്റണം എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, വില്യം മെഡ്സ് എന്ന് പറയുന്ന ഇദ്ദേഹം പറയുന്നത്. സോ മസ്റ്റ് റീച്ച് സം കൺക്ലൂഷൻ അബൌട്ട് ഇറ്റ്സ് എസെൻസ് ബിഫോർ ഇറ്റ് ഈസ് പോസിബിൾ ടു റെക്കഗ്നൈസ് ന്യൂസ് വെൻ ഇറ്റ് ഹാപ്പൻസ്. സോ അതാണ്, അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഒരുപാട് ഈവന്റുകൾ അല്ലെങ്കിൽ ഒരുപാട് സമയം എടുത്ത് നടന്നൊരു ഈവന്റ് ആയിരിക്കും. അത് വളരെ പ്രിസൈസ് ആയിട്ട് ആ ന്യൂസിന്റെ നേച്ചർ അനുസരിച്ച് എങ്ങനെയാണ്, പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് എങ്ങനെയാണ് ഈ ഒരു ന്യൂസ് റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തെയാണ് എന്ത് പറയുന്നത്, വില്യം മെഡ്സ് ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞത്. സോ ന്യൂസ് എന്താന്ന് നമ്മൾ പറഞ്ഞു. സോ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണം എന്നാണ് അദ്ദേഹം പറയണത്. സോ നമ്മുടെ ഈ യൂണിറ്റിലെ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ന്യൂസ് സെൻസ് ഓർ ന്യൂസ് ജഡ്ജ്മെന്റ് എന്നുള്ളത്. സോ എന്താണ് ന്യൂസ് ഓർ ന്യൂസ് ജഡ്ജ്മെന്റ് എന്നുള്ളത് നോക്കാം. സോ അമേരിക്കൻ പ്രൊഫസർ ആയിട്ടുള്ള വൈഫോർഡ് ഹിക്സ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു ന്യൂസ് സെൻസ് ഓർ ന്യൂസ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു
വേർഡ് കോയിൻ ചെയ്യുന്നത്, ആ വേർഡിനെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. സോ അദ്ദേഹം പറയുന്നത് being able to identify what will interest readers is called having news sense or news judgment. ആക്ച്വലി ന്യൂസ് സെൻസ് എന്ന് പറയുന്നത് ഒരു റിപ്പോർട്ടർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ്. അതായത് ഏത് ന്യൂസിനോടാണ് റീഡേഴ്സിന് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് ഇൻട്രസ്റ്റ്, അത് മനസ്സിലാക്കി അത് ഡിറ്റക്ട് ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവിനെയാണ്, ആ ഒരു എബിലിറ്റി, ആ ഒരു കേപ്പബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂസ് സെൻസ് ഓർ ന്യൂസ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. സോ എല്ലാ ന്യൂസും നമുക്ക് ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഉണ്ടെങ്കിൽ കൂടിയിട്ട് നമുക്കത് എന്താ പറയാ, റീഡേഴ്സിന് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഏരിയ ഒക്കെ ആയിരിക്കും. അതെങ്ങനെ ഇൻട്രസ്റ്റഡ് ആക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു കഴിവിനെയാണ്, അങ്ങനെ റിപ്പോർട്ടറിനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ന്യൂസ് സെൻസ് ഓർ ന്യൂസ് ജഡ്ജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അദ്ദേഹം അതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാഡ് ന്യൂസ് സെൽസ് മോർ ന്യൂസ് പേപ്പേഴ്സ് ദാൻ ഗുഡ് ന്യൂസ്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ആൾക്കാർ കുറച്ചുകൂടി ഇൻട്രസ്റ്റ്, ഇപ്പൊ കുറച്ചും കൂടി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് അവരുടെ ഒരു പേഴ്സണൽ ലൈഫിൽ കടന്നു കയറി അവരുടെ എന്ത് സംഭവിക്കുന്നു, അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് സംഭവിക്കുന്നു, ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിയാനായിരിക്കും. സോ നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങളാണ് മഞ്ഞപത്രങ്ങൾ, ഇങ്ങനെയുള്ളതൊക്കെ. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, ഒരുപാട് സെലിബ്രിറ്റീസിന്റെ ഒക്കെ പേഴ്സണൽ ലൈഫ്. ആക്ച്വലി അത് ബാഡ് ആണല്ലോ, ബാഡ് സെൻസ് ആണ്. ഒരാളുടെ പ്രൈവസിയിൽ ഇടപെട്ടിട്ട് അത് ന്യൂസ് ആക്കുക എന്ന് പറയുന്നത് ഒരു ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ബാഡ് ന്യൂസുകളാണ് ഗുഡ് ന്യൂസിനേക്കാൾ കൂടുതൽ സെല് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സോ it given the limits of space, time and resources, what is important, what is not, what is to be left in, what is to be left out, and in the age of internet infinity, who is to say what is news. So അദ്ദേഹം ഈ ഒരു സംഭവം ക്വസ്റ്റ്യൻ ആയിട്ടാണ് ആസ്ക് ചെയ്തിട്ടുള്ളത്, ഐ മീൻ ചോദിച്ചിട്ടുള്ളത്. അതായത് ഇങ്ങനെ ഈ ഒരു ഡിജിറ്റൽ എറയിൽ ഒരാൾ കൊടുക്കുന്നത് ന്യൂസ് ആണെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും, അത് ഇമ്പോർട്ടന്റ് ആണോ, ഇമ്പോർട്ടന്റ് അല്ലേ, ഇത് നമ്മൾ ആഡ് ചെയ്യേണ്ട പോയിന്റ് ആണോ, ഇത് നമ്മൾ ഒഴിവാക്കേണ്ടതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു റീഡറിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ ഈ ന്യൂസ് റീഡർ എങ്ങനെയാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യത്തെയാണ്, ഇങ്ങനെ ഹ്യൂമൻസിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഗുഡ് ന്യൂസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ആ ഒരു എന്താ ക്വാളിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂസ് സെൻസ് ഓർ ന്യൂസ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട്, എലമെന്റ്സ് ഓഫ് ന്യൂസ്. എലമെന്റ്സ് ഓഫ് ന്യൂസ്, അതായത് എന്തിന്റെ ബേസിലാണ് ഒരു ന്യൂസ് ആളുകൾക്ക് ഇൻട്രസ്റ്റഡ് ആയി മാറുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു ന്യൂസിനെ ന്യൂസ് ആക്കി മാറ്റുന്നത്. നമ്മൾ പറഞ്ഞു അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം, ഫാക്ച്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ നോവൽ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതിൽ എന്തൊക്കെ എലമെന്റ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ടൈംലിനെസ്. എന്തായിരിക്കും ആ വേർഡ് പറയുന്ന പോലെ തന്നെ ടൈംലിനെസ് എന്ന് പറയുന്നത് ഒരു കാര്യം ഇൻസ്റ്റന്റ് ആയിട്ട്, ഒരു ഈവന്റ് ഇൻസ്റ്റന്റ് ആയിട്ട് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഈവന്റ് നടക്കുമ്പോൾ അത് ഇൻസ്റ്റന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പക്ഷെ നോക്കൂ, എന്താണ് ഈ ടൈംലിനെസ് എന്ന് പറയുന്നതിന് നമ്മൾ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളതെന്ന്. The time of occurrence of an event that is most important element of a news story. People want to know about the event as quickly as possible. സോ ആൾക്കാർക്ക് എപ്പോഴാണ് ഒരു ന്യൂസിനോട് കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നത്, അവര് എന്താ പറയാ, അത് സംഭവിച്ച എത്ര പെട്ടെന്നാണ് നമുക്കത് റിപ്പോർട്ട് ചെയ്ത് അവരിലോട്ട് എത്തിക്കാൻ പറ്റുന്നത്, അത്രയും ആൾക്കാർക്ക് അത് കേൾക്കാൻ, അല്ലെങ്കിൽ ആൾക്കാർ അത്രയ്ക്കും ഈഗർ ആയിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അതായത് ഏത് ന്യൂസ്, അപ്പൊ നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് തമ്മിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ ലോകത്തിന് ഏതെങ്കിലും ഒരു കോണിൽ സംഭവിച്ച ഒരു ഈവന്റ് എത്രയും പെട്ടെന്ന് അതിന്റെ ഫാക്ടുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഫാക്ട് ആയിട്ട് നമ്മളത് ന്യൂസ് ആക്കി റിപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ കാര്യമാണ്. എത്രത്തോളം വേഗത്തിൽ അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ആ ന്യൂസിന് ഇമ്പോർട്ടന്റ് കൂടും എന്നാണ് പറയുന്നത്. The report of an event that happened yesterday or the day before yesterday is generally deemed stale and often not considered fit for publication unless it is of extraordinary nature or extremely significant in some manner. ചില കേസുകൾ ഒഴിച്ചിട്ട്, ചില കേസുകൾ നമ്മൾ ഒഴിവാക്കിയാൽ
അത് എക്സെപ്ഷണൽ ആയി വെക്കുകയാണെങ്കിൽ ഇന്നലെ നടന്ന സംഭവം അല്ലെങ്കിൽ മിനിയാന്ന് നടന്ന സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല, അതിന് ഇമ്പോർട്ടൻസ് കുറയും. കാരണം ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല, ഓൾറെഡി കഴിഞ്ഞു പോയ സംഭവമാണല്ലോ, അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് ഈ നേരത്ത് നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പൊ ആൾക്കാർക്ക് അത് കഴിഞ്ഞു പോയതല്ലേ എന്നുള്ള ഒരു മനോഭാവം വരികയും ആ ന്യൂസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുകയും ചെയ്യും. ഇപ്പൊ ഞാനിവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഓഹരി വിപണി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഡോളറിന്റെ മൂല്യം, റുപ്പീസിന്റെ മൂല്യമൊക്കെ നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ അറിയും, മാർക്കറ്റിംഗിലൊക്കെ നമ്മൾ അറിയില്ലേ. അങ്ങനെ ഒരുപാട് ന്യൂസ് ഇന്റർനെറ്റിലാണെങ്കിലും പത്രങ്ങളിലാണെങ്കിലും ഒക്കെ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്. സോ അത് എത്രത്തോളം വേഗത്തിൽ എത്തിക്കുന്നു അത്രത്തോളം ആൾക്കാർക്ക് അത് അറിയാനുള്ള ഇമ്പോർട്ടൻസ് കൂടുകയും പിന്നെ അതുപോലെ തന്നെ അത് ഏത് പർട്ടിക്കുലർ മീഡിയ ആണ് ആദ്യം അത് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആദ്യം അത് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനോടൊരു ഒരു ഇൻട്രസ്റ്റ് തോന്നുകയും അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി ഈ ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ മീഡിയനെ നമ്മൾ എന്ത് ചെയ്യും, ആശ്രയിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു എലമെന്റ് ആണ് പ്രോക്സിമിറ്റി. എന്താണ് പ്രോക്സിമിറ്റി? പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിലോ അല്ലെങ്കിൽ നമ്മളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നടക്കുന്ന ഒരു ഈവന്റ് ആണെങ്കിൽ നമുക്ക് അതിനോടൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തോന്നും. അത് ആ ഒരു ന്യൂസ് തുടർന്ന് വായിക്കാനുള്ള ഒരു അല്ലെങ്കിൽ ആ ന്യൂസിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി നമുക്ക് എന്ത് ചെയ്യും, ഹ്യൂമൻസിന് ഉണ്ടാവും. സോ അതിന്റെ ബേസിൽ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂസിൽ ഒരു എലമെന്റ് ആയിട്ട് നമ്മൾ പ്രോക്സിമിറ്റിയെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ നോക്കൂ, ക്ലോസ്നെസ് ഓർ നിയർനെസ് ഓഫ് an event or an incident to the audience has tremendous importance for reporters as well as for a newspaper. നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമ്മളൊരു ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ന്യൂസ് റിപ്പോർട്ടർ ഒരു സറൗണ്ടിങ്സ് അല്ലെങ്കിൽ ലൊക്കാലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നടക്കുന്ന ഒരു സാധനം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബാക്കി ഏതെങ്കിലും കൺട്രീസിൽ നടന്ന ന്യൂസിനേക്കാളും ഈ ഒരു വ്യൂവേഴ്സ് അല്ലെങ്കിൽ റീഡേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഏതിനായിരിക്കും, ഇങ്ങനെ പ്രോക്സിമിറ്റി ഉള്ള ന്യൂസിനായിരിക്കും. അതായത് അവരുടെ സറൗണ്ടിങ്സിൽ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുള്ള ആ ഒരു ന്യൂസിനായിരിക്കും അവരെന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നാണ് ഈ പ്രോക്സിമിറ്റി കൊണ്ടുള്ള ഉദ്ദേശം. സോ ഇറ്റ് കുഡ് ബി ജിയോഗ്രഫിക് ഓർ റെലവൻസ് ടു ദി ഓഡിയൻസ്. ഇപ്പൊ ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ അഹമ്മദാബാദിൽ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായല്ലേ. നമ്മൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നടക്കുന്ന ഓരോ അപ്ഡേഷൻസ് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ആളുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സോഷ്യൽ മീഡിയാസ് തപ്പുന്നു, പത്രങ്ങൾ വായിക്കുന്നു, അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നു. സോ ഇത് എന്തുകൊണ്ടാണ്? ഇത് കാലിഫോർണിയയിലോ അല്ലെങ്കിൽ USA വേറെ എവിടെയെങ്കിലും ഒരു സ്ഥലത്താണ് ഏതെങ്കിലും ഒരു കൺട്രിയിലാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രത്തോളം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. ബിക്കോസ് ഇത് ഇന്ത്യയിലാണ് സംഭവിച്ചത്, നമ്മൾ ജീവിക്കുന്ന ഒരു കൺട്രിയിലാണ് സംഭവിച്ചത്. സോ നമുക്ക് ഒബ്വിയസ്ലി അതൊരു സാധനം ഉള്ളിൽ വരും, നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ഉള്ളിൽ ഒരു സാധനം വരും. അതിനെയാണ് നമ്മൾ പ്രോക്സിമിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ എലമെന്റ് ആണ് പ്രൊമിനൻസ്. പ്രൊമിനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ നമ്മൾ ശരിക്കും ആ ഒരു എലമെന്റ് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു ലിറ്ററൽ മീനിങ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എലമെന്റുകളാണ്. സോ പ്രൊമിനൻസ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികളോ പേഴ്സണാലിറ്റികളെ കുറിച്ചിട്ടോ അവര് ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഏതെങ്കിലും ഈവന്റിനോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് ആൾക്കാർക്ക് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പ്രൊമിനൻസ് ഒരു എലമെന്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഏതെങ്കിലും സെലിബ്രിറ്റിയെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കാര്യമോ അല്ലെങ്കിൽ സെലിബ്രിറ്റി മരിച്ച ഒരു കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ഒബ്വിയസ്ലി ആളുകൾക്ക് അത് തുടർന്ന് വായിക്കാനും അതെന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുമല്ലേ. സോ അതുകൊണ്ടാണ് പ്രൊമിനൻസിന് നമ്മൾ ഒരു എലമെന്റ് ആയിട്ട് ന്യൂസിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഇപ്പോ പ്രൈം മിനിസ്റ്റർ സ്ട്രെയിൻസ് ഹിസ് ആംഗിൾ വൈൽ വാക്കിംഗ് ടു ദി കാർ ഓർ എ സെലിബ്രിറ്റി ഹാസ് എ ബാത്റൂം ഫോൾ. ഈവൻ സെലിബ്രിറ്റീസിന് സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഉണ്ട്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ചാനൽസ് നമുക്ക് എന്ത് കാണാൻ പറ്റും. അതൊക്കെ എക്സാമ്പിൾ ആയിട്ട് ആ ഒരു അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിന്റെ വെളിച്ചത്തിൽ ഇതൊന്ന് നോക്കി വെക്കാം. So the important fact is that the famous, the infamous and even the eccentric command a special appeal for the audience. So ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് മാത്രമല്ല നമുക്ക് പ്രൊമിനന്റ് ആയിട്ടുള്ള ന്യൂസുകൾ ഉണ്ടാക്കാൻ പറ്റുക. വേറെ ആരെ കുറിച്ച് ഇൻഫേമസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ആൾക്കാരില്ലേ, അതായത് ഇപ്പൊ എന്തെങ്കിലും ഒരു സമൂഹത്തിന് ഒരു ദോഷമായിട്ടുള്ളതോ അല്ലെങ്കിൽ
സമൂഹത്തിന് വല്ല ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു കാര്യം ചെയ്ത് വേറൊരു രീതിയിൽ അതിനെ ബാധിക്കുന്ന ഒരു കാര്യം ചെയ്തിട്ട് അങ്ങനെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ആൾക്കാരെ കുറിച്ചിട്ടുള്ള ന്യൂസുകളാണെങ്കിലും എന്ത് ചെയ്യും, അതറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് ആൾക്കാർക്ക് കൂടും. ഇതിനെയാണ് നമ്മൾ പ്രൊമിനൻസ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ എലമെന്റ് ആണ് ഇമ്പാക്ട്. നമ്മൾ കുറെ ഇപ്പൊ മനോരമയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ ഡെയിലി ഒരു ന്യൂസ് പേപ്പർ എക്സാമ്പിൾ ആയിട്ട് എടുത്തതേ ഉള്ളൂ. ഒരുപാട് ന്യൂസ് പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഈ സ്ലൈഡിൽ ഒരു പിക്ചർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മനോരമയിൽ വന്നിട്ടുള്ള ഇമ്പാക്ട് ആണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോറി കൊടുക്കുന്നതിലൂടെ ഒരു സൊസൈറ്റിക്ക് എന്തെങ്കിലും തരത്തിൽ മാറ്റം സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഇമ്പാക്ട് എന്ന് പറയും. അപ്പൊ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ന്യൂസുകൾ അന്വേഷിച്ച് അത് ഡിറ്റക്ട് ചെയ്തിട്ട് അതൊരു ന്യൂസ് സെൻസ് ആണല്ലേ. ഈ റിപ്പോർട്ടറിന് ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ന്യൂസ് പിക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എന്താണ്, ന്യൂസ് സെൻസിന് എക്സാമ്പിൾ ആണ്. സോ ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ന്യൂസ് കാരണം ഒരു സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമ്പാക്ട് എന്ന് പറയുന്നത്. അത് ന്യൂസിലെ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ്. സോ നോക്കൂ, ഇമ്പാക്ട് സ്റ്റാൻഡ്സ് ഫോർ ദാറ്റ് ദ ന്യൂസ് ഹാവ് ഓൺ പീപ്പിൾ ആൻഡ് ഹൗ ദ സ്റ്റോറി എഫക്ട്സ് ദം. ഇമ്പാക്ട് സ്റ്റാൻഡ്സ് ഫോർ ദി ഇമ്പാക്ട് ദാറ്റ് ദ ന്യൂസ് ഹാവ് ഓൺ പീപ്പിൾ ആൻഡ് ഹൗ ദ സ്റ്റോറി എഫക്ട്. എങ്ങനെയാണ് ഒരു ന്യൂസ് സ്റ്റോറി, നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് സ്റ്റോറി എഫക്ട് ചെയ്യുന്നത്, സൊസൈറ്റിയെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അതിനെ എഫക്ട് ചെയ്യാൻ തരത്തിലുള്ള ഏത് ന്യൂസ് ആണ് നമ്മൾ കൊടുക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്പാക്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ്, കുറച്ച് ഇന്റർനാഷണൽ കാര്യങ്ങളാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള പിക്ചർ എന്താണ്, കർഷകർക്ക് എന്തോ നഷ്ടം വരുന്ന, കർഷകർക്ക് ഇൻഷുറൻസും എല്ലാം നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് മനോരമ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്ത് ചെയ്തു, സർക്കാരിന്റെ കണ്ണിൽ പെടുകയും അതിനൊരു ഇമ്പാക്ട്, അതിന് വേണ്ട രീതിയിലുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് മനോരമ ഇമ്പാക്ട് ആണ് മനോരമയിൽ വന്നിട്ടുള്ള ഒരു കട്ടിംഗ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ബേസിക്കലി ഇമ്പാക്ട് എന്ന് പറയുന്ന എലമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ നമ്മൾ എക്സാമിന് നമ്മളോട് ഡിഫൈൻ ചെയ്ത് എഴുതാൻ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഓരോന്നും നോക്കാം. ഇനി അഞ്ചാമത്തെ എലമെന്റ് ആണ് ഹ്യൂമൻ ഇൻട്രസ്റ്റ്, അല്ലെ. ഹ്യൂമൻ ഇൻട്രസ്റ്റ്, നമ്മൾ എപ്പോഴും ബ്രേക്കിംഗ് ന്യൂസും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം, വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുന്നത് ന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ട് കൊടുക്കുന്നത്. നമ്മൾ എന്തും കൊടുക്കാറുണ്ട്, നമ്മൾ ഹ്യൂമൻസിന്റെ ഇൻട്രസ്റ്റും ക്യൂരിയോസിറ്റിയും നോക്കിയിട്ട് കുറച്ച് സെന്റിമെന്റൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് സെന്റിമെന്റൽ ന്യൂസ്, ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആശുപത്രി പരിസരങ്ങളിലൊക്കെ ഭക്ഷണം കിട്ടാതെ കുറെ രോഗികളും അവരുടെ കൂടെ വന്നിട്ടുള്ള ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ഇരിക്കും. അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കൊടുക്കുമ്പോൾ ആൾക്കാർ കുറച്ചും കൂടി ആൾക്കാരുടെ സെന്റിമെന്റൽ സൈഡിനെ അത് ബാധിക്കും, അല്ലെ. സോ ഇങ്ങനെ അപ്പൊ ഇതെന്ത് ചെയ്യും, ആൾക്കാർക്ക് അത് വായിക്കാനുള്ള ഒരു ത്വരയുണ്ടാവും, തുടർന്ന് വായിക്കാൻ എന്ത് സംഭവിച്ചത് എന്താണ് ഇങ്ങനെയെന്നുള്ളതൊക്കെ അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരിക്കും. സോ അതിനെയാണ് നമ്മൾ ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് നോക്കൂ. ഇഫ് എ വിഷ്വലി ചാലഞ്ചഡ് പേഴ്സൺ പെർഫോം സം ഡെയറിംഗ് ആക്ട് such as scaling Mount Everest or a bicycle rickshaw puller's son gets selected in IIM IIT admission test, these are ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ആണ്. അതായത് വളരെ സമൂഹത്തിന്റെ താഴെ തട്ടിൽ ജീവിച്ച് സമൂഹത്തിന്റെ ഉന്നത പദവിയിൽ എത്തുന്ന ഒരുപാട് വ്യക്തികളെ നമ്മൾ ന്യൂസുകൾ സ്ഥിരം കാണുന്നതാണ്. ഇതൊക്കെ എന്താണ്, അറ്റ് എ ടൈം മോട്ടിവേഷണലും ആണ്, അതുപോലെ തന്നെ ഒരു സെന്റിമെന്റൽ സൈഡിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, ഹ്യൂമൻസിന്റെ സെന്റിമെന്റൽ സൈഡിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയും കൂടിയാണ്, അല്ലെ. സോ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സ്റ്റോറീസിനെയാണ് നമ്മൾ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ന്യൂസ് എന്ന് പറയാം. ഇതിന് കുറച്ചും കൂടി എന്തുകൂടും, കുറച്ചും കൂടി ഇതിന് ആൾക്കാർക്ക് അറിയാനുള്ള ഒരു ഇതും, അതുകൊണ്ട് ആൾക്കാർ ആ സ്റ്റോറീസ് അധികം ഇത് ഫീച്ചേഴ്സ് ആയിട്ടാണ് വരിക, ലേഖനങ്ങളായിട്ടാണ് വരിക. സോ ഇതുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന എലമെന്റിന് നമ്മൾ ന്യൂസിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ എന്താണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ള കേട്ടോ. ഇതെന്തോ ഒരു ഫാമിലി മൊത്തം വീട്ടില് ഒരു പച്ചക്കറി, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളർത്തി, നട്ടുപിടിപ്പിച്ച് ആ ഒരു വീട് ഒരു പറുദീസ പോലെ ആക്കി. ഇതൊരു ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഫീൽ ഗുഡ് തരുന്ന ഒരു ന്യൂസ് ആണ്. സോ ഇങ്ങനെ മനുഷ്യന്മാർക്ക് ഇത് എന്ത് ചെയ്യും, അപ്പൊ ഇത് തുടർന്ന് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. സോ അങ്ങനെയുള്ള ന്യൂസുകളെയാണ് നമ്മൾ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്. ഇനി ആറാമത്തെ എലമെന്റ് ആണ് കോൺഫ്ലിക്റ്റ്. പൊതുവെ മനുഷ്യന്മാരുടെ ഒരു സ്വഭാവമാണ് എന്ത്, നമുക്ക് കുറച്ചും കൂടി സംഘർഷങ്ങളുള്ള ന്യൂസ് കേൾക്കാനും അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. ഇപ്പൊ നിയമസഭയിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, പാർലമെന്റിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇവിടെ എന്ത് സംഭവിക്കുന്നു, അവർ തമ്മിൽ അടിയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് പൊതുവെ മനുഷ്യന്മാർക്ക്
സ്വാഭാവികമായിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്മള് എന്താ പറയാ ന്യൂസിൽ കോൺഫ്ലിക്റ്റുകളുള്ള ന്യൂസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതും ആൾക്കാർക്ക് തുടർന്ന് വായിക്കാനും അത് ആൾക്കാർക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ കോൺഫ്ലിക്റ്റിനെ 6ാമത്തെ എലമെന്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ നോക്കൂ, കോൺഫ്ലിക്ട് ഓഫ് എനി ടൈപ്പ്, political, social, cultural, communal, among certain section of society, difference of opinion among 2 or more political parties, conflict among some warring groups or more of such conflict always make news. ഇപ്പൊ ഏത് തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ആയാലും, വലിയ വലിയ യുദ്ധങ്ങളായാലും ചെറിയ ചെറിയ വാക്തർക്കങ്ങളായാൽ പോലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ന്യൂസ് ആയിട്ട് പ്ലേസ് ചെയ്യാറുണ്ട്. അതും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആൾക്കാരുടെ തുടർന്ന് വായിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന എലമെന്റ് ആയിട്ടാണ് നമ്മൾ കോൺഫ്ലിക്റ്റിനെയും പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ നോക്കൂ, അടുത്തതാണ് നോവൽറ്റി. നോവൽറ്റി അഥവാ ന്യൂ, യുണീക്ക് എന്നൊക്കെ പറയുന്ന കാര്യം. നോവൽ, റെയർ ഓർ അൺയൂഷ്വൽ ഇൻസിഡന്റ് മേക്ക് ഇമ്പോർട്ടന്റ് അല്ലെ, മേക്ക് അല്ലെങ്കിൽ എന്താണ്, മേക്ക് സെൻസ്. സോ അതെന്താണ് നമ്മൾ പറയുന്നത്, നമ്മൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മള് പ്രീവിയസ് ആയിട്ട് നമുക്ക് വല്ലാണ്ട് അറിവില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ പുതുതായിട്ട് കേൾക്കുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കാണുകയോ നമുക്ക് എന്താ പറയാ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, ന്യൂസ് ആയിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് അത് ഫാക്ച്വൽ ആയിരിക്കണം, അല്ലെ, അതിന് എവിഡൻസ് ഉണ്ടായിരിക്കണം. ചുമ്മാ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ന്യൂ ആയിട്ട് യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതും എന്താണ്, ഹ്യൂമൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ആൾക്കാർക്ക് തോന്നും ഇത് ഇമ്പോർട്ടന്റ് ആണ്, അത് റയർ ആണല്ലോ, ഇത് തുടർന്ന് വായിക്കാന്നുള്ള ഒരു ചിന്താഗതി ആൾക്കാർക്ക് തോന്നും. അതുകൊണ്ടാണ് നമ്മൾ 7ാമത്തെ എലമെന്റ് ആയിട്ട് നോവൽറ്റി എന്ന് പറയുന്നത് എലമെന്റിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇനി നോക്കൂ, അഡ്വെഞ്ചർ. 8ാമത്തെ ഒരു എലമെന്റ് ആണ് അഡ്വെഞ്ചർ. അഡ്വെഞ്ചർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, നോവൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചും കൂടി നോവൽറ്റി ഉള്ള കാര്യങ്ങൾ, ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ വരുന്ന ഒരു എലമെന്റ് ആണ് അഡ്വെഞ്ചർ. അതായത് അധികമാരും ചെയ്യാത്ത സാഹസങ്ങള്, സാഹസികതകള്, ഇതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ചെയ്യുന്നതിനെയാണ് അഡ്വെഞ്ചർ ന്യൂസുകൾ എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ എന്താണ്, ഈ ഓരോ എലമെന്റും നമ്മൾ ഒരു ന്യൂസിൽ ഉണ്ടെങ്കിൽ പൊതുവെ ആൾക്കാർക്ക് അത് തുടർന്ന് വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടും. ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നും, ആൾക്കാർ വെറുതെ ആണെങ്കിൽ അത് വായിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എലമെന്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ അഡ്വെഞ്ചർ എന്താണ്, ആസ് മെൻഷൻഡ് ഏർലിയർ, tackling difficult task in a swift and easy manner by individuals always make news anywhere. ഒരു കാര്യം, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വളരെ വേഗത്തിലും ഈസി ആയിട്ടും നമ്മൾ ഒരു ഇൻഡിവിജ്വൽ ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും എന്ത് ചെയ്യും, ന്യൂസ് ആയിട്ട് നമ്മൾ പരിഗണിക്കും. ഇപ്പൊ എവറസ്റ്റ് കീഴടക്കുക, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ അതാണ് കൊടുത്തിട്ടുള്ളത്. ഹിമാലയാസ് കീഴടക്കിയിട്ടുള്ള കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീകൾ കൂടിയിട്ട് ഹിമാലയാസ് കീഴടക്കുന്നു. സോ അതാണ് ഞാൻ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ അത് അഡ്വെഞ്ചറിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിൽ എന്താന്ന് നോക്കിയാൽ മതി. നമ്മൾ ഒരുപാട് അങ്ങ് ആലോചിച്ച് ഇതാവൊന്നും വേണ്ട, നമുക്ക് പറയുമ്പോൾ തന്നെ എഴുതാൻ പറ്റുന്ന ഓരോ എലമെന്റുകളാണ് കേട്ടോ. ലാസ്റ്റ് എലമെന്റ് ആണ് എംപതി. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. ഹ്യൂമൻ ഇൻട്രസ്റ്റിൽ തന്നെ വരുന്ന ഒരു സബ് ആയിട്ടുള്ള എലമെന്റ് ആണ് എംപതി. നമ്മൾ അതിനെ പ്രത്യേകം പ്ലേസ് ചെയ്തിട്ടുണ്ട്, ഒരു എലമെന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെവറൽ ഈവന്റ്സ് മിററിംഗ് ട്രാജഡി, ഹ്യൂമർ, ഓഡിറ്റി, വിക്ടറി, ഫെയിലിയർ ദാറ്റ് ടേക്ക് പ്ലേസ് നൗ ആൻഡ് ദെൻ ഇൻ അവർ ലൈഫ്. സോ ഒരുപാട് പേരുകൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ട്രാജഡികള്, ചിലപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ള നമുക്കൊരു എമ്പതി തോന്നുന്ന ആൾക്കാരോട്, അയ്യോ പാവം, അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഒരു സന്തോഷമായിട്ട് കണക്കാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതേപോലെ നോക്കാൻ പറ്റുക. ഇപ്പൊ ഒരുപാട് സർവൈവൽ എന്താ പറയാ, ഒരുപാട് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ കോവിഡ് അല്ലെങ്കിൽ നിപ്പ പോലത്തെ അസുഖങ്ങളൊക്കെ വൈറസ് ബാധിച്ച ആൾക്കാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ഇങ്ങനെ ഓവർകം ചെയ്തിട്ട് സർവൈവേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ അവരുടെ സ്റ്റോറീസ് നമുക്ക് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, അതൊരു സ്റ്റോറിയുടെ പവറാണ്, ആ ന്യൂസ് കൊടുക്കുന്നതിന്റെ പവറാണ് എന്ത്, വായിക്കുന്നവരെ അതേപോലെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. സോ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ന്യൂസിനെയാണ് നമ്മൾ എമ്പതി, അതാണ് ന്യൂസിലെ ഒരു എലമെന്റ് ആയിട്ട്, അവസാനത്തെ എലമെന്റ് ആയിട്ട് നമ്മൾ എമ്പതിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നോക്കൂ, ഇൻസിഡൻസ് ഓഫ് ഫ്ലഡ്, ആക്സിഡന്റ്, a child falling off from the arms of its mother in a moving bus or train and getting crushed under its wheels. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രാജഡിക്കൽ ആയിട്ടുള്ള സാധനമാണല്ലേ, ഭയങ്കര ട്രാജഡിയാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇത്രയും എലമെന്റ്സ് ആണ് നമ്മൾ പറഞ്ഞത്. സോറി, ലാസ്റ്റ് വണ്ണം കൂടി ഉണ്ട്. അത് നമ്മൾ എപ്പോഴും കാണുന്ന കാലാവസ്ഥ റിലേറ്റഡ് ന്യൂസ് ആണ്. സോ വെതർ, ക്ലൈമറ്റ്,
റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ സറൗണ്ടിങ്സിൽ, നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ അന്തരീക്ഷത്തിൽ എന്ത് സംഭവിക്കുന്നു ഇതിനെ കുറിച്ചിട്ടുള്ള എന്താണ് ന്യൂസ് ആണ്. അതും ഒരു എലമെന്റ് ആണ്. വെദർ ഓർ ക്ലൈമറ്റ് ആസ് എൻ എലമെന്റ്. ഓക്കെ. സോ ഇപ്പൊ നമ്മള് തുടർച്ചയായിട്ട് മഴ പെയ്യാണെങ്കിൽ ആ മഴയെ കുറിച്ച് നമ്മൾ കൊടുക്കുന്ന ന്യൂസുകൾ, ഇപ്പൊ റെഡ് അലർട്ട് ആണെങ്കിൽ അങ്ങനെ അലർട്ടുകളെ കുറിച്ച് നമ്മൾ കൊടുക്കുന്ന ന്യൂസുകൾ. സോ എങ്ങനെയെങ്കിലും ഒരു വെതർ റിലേറ്റഡ് ആയിട്ട് ഫ്ലഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരൾച്ചയോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ കൊടുക്കും. അങ്ങനെ ഒരു കാലാവസ്ഥ റിലേറ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാ ന്യൂസുകളും എന്താണ് ഹ്യൂമൻസിന് ഇതേപോലെ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുകയും തുടർന്ന് വായിക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി വളർത്തിയെടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അവസാനത്തെ എലമെന്റ് ആയിട്ട് ഈ ക്ലൈമറ്റിനെ നമ്മൾ വെദർ ഓർ ക്ലൈമറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലേസ് ചെയ്തിട്ടുള്ളത്. സോ വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ഇൻക്ലൂഡ് ക്ലൈമാറ്റിക് ചേഞ്ചസ്, ഡിഫറെന്റ് ആസ്പെക്ട് ഓഫ് എൻവയോൺമെന്റ് ഡിഗ്രേഡേഷൻ, പൊല്യൂഷൻ, ആസ് വെൽ ആസ് എഫേർട്സ് ടുവേർഡ്സ് എൻവയോൺമെന്റ് കൺസർവേഷൻ, എഫക്ട് ജനറൽ പബ്ലിക് അറ്റ് ലാർജ്. സോ സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന, നമ്മുടെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഏതൊരു വ്യതിയാനം അല്ലെങ്കിൽ കാലാവസ്ഥ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ന്യൂസും എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക്കിനെ വലിയ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അവർ തുടർന്ന് വായിക്കാനും ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ അവസാനത്തെ എലമെന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. നമ്മൾ എത്ര 10 എലമെന്റിനെയാണ് നമ്മൾ പ്ലേസ് ചെയ്തത്. 10 എലമെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റത്തെ ടൈംലിനെസ് ആണ്. നമ്മൾ എപ്പോഴാണോ ആ ഒരു ന്യൂസ് സംഭവിക്കുന്നത്, ആ ഒരു ഈവന്റ് സംഭവിക്കുന്നത്, അതിനപ്പൊ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കൂടുക, അല്ലെങ്കിൽ തുടർന്ന് വായിക്കാനും ആൾക്കാർക്ക് അത് ഫ്രഷ് ആണെന്നുള്ള ഒരു ഫീലും വരിക എന്നാണ് നമ്മൾ പറഞ്ഞത്. രണ്ടാമത്തെ നമ്മൾ പ്രോക്സിമിറ്റി ആണ്. നമ്മുടെ ചുറ്റുപാടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം അടുത്താണ്, നമ്മുടെ ജിയോഗ്രഫിക്കൽ ഏരിയയുമായിട്ട് എത്രത്തോളം കണക്റ്റഡ് ആണ്, അത്രത്തോളം നമുക്ക് ആ ന്യൂസിനെ കുറിച്ച് തുടർന്ന് അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടും എന്നാണ് പറഞ്ഞത്. പിന്നെ പ്രൊമിനൻസ് ആണ്. ഏതെങ്കിലും രീതിയിൽ ഇൻഫേമസ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പൊതുവെ അതും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ന്യൂസ് ആയിട്ട് മാറും. പിന്നെ ഇമ്പാക്റ്റ് ആണ്. സൊസൈറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ട് അതിൽ എന്ത് ചെയ്യുക, ഒരു മാറ്റം വരുത്താൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അതിനെയാണ് ഇമ്പാക്ട് എന്ന് പറയുന്നത്. പിന്നെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഹ്യൂമൻസിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അത് ഏത് രീതിയിലായിക്കോട്ടെ, സെന്റിമെന്റൽ സൈഡ് ആകാം, അല്ലെങ്കിൽ കുറച്ചുകൂടി ചില്ലായിട്ട് നമുക്ക് ഒരേപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഈ ഹ്യൂമൻ ഇൻട്രസ്റ്റഡ് ആയിട്ട്, ഹ്യൂമണിന് തുടർന്ന് വായിക്കാൻ താല്പര്യം, ക്യൂരിയോസിറ്റിയും പ്രകടിപ്പിക്കുന്ന ഏതൊരു ന്യൂസും നമ്മൾ ഹ്യൂമൻ ഇൻട്രസ്റ്റ് ന്യൂസ് ആയിട്ട് കണക്കാക്കും. പിന്നെ കോൺഫ്ലിക്റ്റുകളാണ്. കോൺഫ്ലിക്റ്റുകൾ ചെറിയ ചെറിയ വാക്തർക്കങ്ങൾ മുതൽ വലിയ വലിയ യുദ്ധങ്ങളെ കുറിച്ച് വരെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും അതും എന്ത് ചെയ്യും, ആൾക്കാർക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുകയും അവരെന്ത് ചെയ്യും, അതിനൊരു വില കൽപ്പിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ നോവൽറ്റി ആണ് പറഞ്ഞത്. നോവൽറ്റി എന്ന് പറയുമ്പോൾ പുതുതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ്, ആൾക്കാർക്ക് അതിനെ കുറിച്ച് അറിയാനും അത് റെയർ ആണെന്ന് തോന്നുകയും അതിൽ ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുകയും ചെയ്യും. പിന്നെ എട്ടാമതാണ് അഡ്വെഞ്ചർ. കുറച്ചുകൂടി സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ, കുറച്ചും കൂടി അഡ്വെഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതും ഇതേപോലെ എന്താണ്, അതും ഇതേപോലെ ഒരു ന്യൂസ് സെൻസ് ആണല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അത് റിപ്പോർട്ട് ചെയ്യുക, ന്യൂസ് ആക്കുക എന്ന് പറയുന്നത് അതൊരു കഴിവാണ്. അതുകൊണ്ടാണ് നമ്മൾ അഡ്വെഞ്ചർ എന്ന് പറയുന്ന ഒരു എലമെന്റിനെ നമ്മൾ ന്യൂസിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 9ാമത്തെ എലമെന്റ് ആണ് എംപതി. കുറച്ചും കൂടി മനുഷ്യന്റെ ആ ഒരു സെന്റിമെന്റൽ സൈഡിലോട്ട് നമ്മൾ അതിനെ ബാധിക്കുന്ന കുറച്ച് ന്യൂസുകൾ, അല്ലെങ്കിൽ സെന്റിമെന്റൽ ആവുന്ന, അല്ലെങ്കിൽ ഒരേപോലെ ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ ചിലപ്പം ട്രാജഡിക്കൽ ആയിട്ടുള്ള ന്യൂസുകളാവും കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഹ്യൂമർ ആയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാരുടെ വിക്ടറി ആയിരിക്കും കൊടുക്കുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റീഡേഴ്സിന് ആ ഒരു വിക്ടിംസിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എംപതി എന്ന് പറയുന്ന എലമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ വെദർ ആണ്. വെദർ എന്ന് പറയുമ്പോൾ എന്താ, കാലാവസ്ഥ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ന്യൂസുകളും ആണ് നമ്മൾ, അത് ചിലപ്പോ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം കാരണം ഉണ്ടായിട്ടുള്ള പ്രകൃതിയിൽ ഉണ്ടായിട്ടുള്ള മാറ്റമായിരിക്കാം, ഫ്ലഡിനെ കുറിച്ചായിരിക്കാം, അതുമൂലം എത്ര പേര്, അങ്ങനെ എന്ത് കാലാവസ്ഥ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് സെൻസ് ഉണ്ടാക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ വെദർ എന്ന് പറയുന്നതിന്റെ അവസാനത്തെ എലമെന്റ് ആയിട്ട്, ന്യൂസിലെ അവസാനത്തെ എലമെന്റ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തു. സോ നമ്മൾ ഇന്ന് സംസാരിച്ചത് ന്യൂസ് എന്താണെന്നാണ് പറഞ്ഞത്. ന്യൂസിന്റെ കുറെ പേഴ്സ്പെക്ടീവ്സുകൾ പറഞ്ഞു, കുറെ ആൾക്കാർ തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് ലൈറ്റ് ആയിട്ട് സംസാരിച്ചു, ന്യൂസിന്റെ ഡെഫിനേഷനെ കുറിച്ച് സംസാരിച്ചു, ന്യൂസ് സെൻസ് എന്താന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, എലമെന്റ്സ് ഓഫ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട് 10 എലമെന്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. സോ ഇത്രയുമാണ് നിങ്ങളുടെ യൂണിറ്റ് 1 അണ്ടർസ്റ്റാൻഡിങ് ന്യൂസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിന്റെ ആദ്യത്തെ പാർട്ടിൽ വരുന്നത്.
രണ്ടാമത്തെ പാർട്ട് നമ്മൾ അടുത്ത സെഷനിൽ ചെയ്യും. അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പിന്നെ കുറച്ച് ആക്ടിവിറ്റീസും ആണ് നമ്മൾ അടുത്ത ഷെഡ്യൂൾ, അതായത് പാർട്ട് 2 നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഐ ഹോപ്പ് എവറിത്തിങ് ക്ലിയർ ആണെന്നും വിശ്വസിക്കുന്നു. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുക. സോ താങ്ക് യു.